അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീൻ. അമ്മാ ബഅദ്. 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, നമ്മൾക്കിന്ന് ജവാഹിറാണ് എടുക്കാനുള്ളത്. എല്ലാവരും തയ്യാറാണല്ലോ? കഴിഞ്ഞ ജവാഹിറിൻ്റെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്? നമ്മുടെ ഉമൂറുൽ ഈമാൻ എന്നുള്ള ആ പാഠത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചിരുന്നത് അല്ലേ? 6 ഈമാൻ കാര്യങ്ങളെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട, നമ്മുടെ ദീനിൻ്റെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ സംസാരിച്ച് വെച്ചു. ഇനി നമ്മൾക്ക് ഈമാൻ കാര്യങ്ങളിലുള്ള ഓരോന്ന് എടുത്തിട്ട് പ്രത്യേകം വിശദീകരിക്കണം. നമ്മൾ 2ാം ക്ലാസ് മുതൽ 2ലും 3ലും 4ലൊക്കെ പഠിച്ചൊരു കാര്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാജിബായ സിഫത്തുകൾ, മുസ്തഹീലായ സിഫത്തുകൾ, ജായിസായ സിഫത്തുകൾ. ഇത് നമ്മളെല്ലാവരും പഠിച്ചവരാണ്. നമ്മൾക്കെല്ലാവർക്കും ഇതറിയാം. ഇത് നമ്മൾ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് പഠിച്ചതാണ് അല്ലേ? അള്ളാഹുവിലുള്ള വിശ്വാസം എത്ര വിധമുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ 4ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നത്. എത്ര വിധമുണ്ട്? 2 വിധമുണ്ട് അല്ലേ? അള്ളാഹുവിലുള്ള വിശ്വാസം 2 തരത്തിൽ നമ്മൾ വിശ്വസിച്ചിരിക്കണം. ഏതൊക്കെ 2 തരം വിശ്വാസം എന്നറിയോ? ഒന്ന് പൊതുവായിട്ടുള്ള വിശ്വാസം, 2 വിശദമായിട്ടുള്ള വിശ്വാസം. പൊതുവായിട്ടുള്ള വിശ്വാസത്തിന് നമ്മൾ എന്താ പറയുക? ഇജ്മാലിയായ വിശ്വാസം എന്ന് പറയും അല്ലേ? വിശദമായിട്ട് പഠിച്ചിട്ട് വിശ്വസിക്കണേ നമ്മളെന്ത് പറയും? തഫ്സീലിയായ വിശ്വാസം എന്ന് പറയും. അതേതാണ് ഇജ്മാലിയായ വിശ്വാസം? ഓർമ്മയുണ്ടോ എങ്ങനെ പറയേണ്ടതെന്ന്? പൂർണ്ണതയുടെ മേൽ അറിയിക്കുന്ന എല്ലാ ഗുണങ്ങളും എല്ലാ സിഫത്തുകളും അള്ളാഹുവിനുണ്ട് എന്നും, പിന്നെ ന്യൂനതയും കുറച്ചിലുമായ ഒരു കാര്യങ്ങളും അള്ളാഹുവിനില്ല. ന്യൂനതയും കുറച്ചിലുമായ ഒരു ഗുണങ്ങളും അള്ളാഹുവിന് ഇല്ല. അതിൽ നിന്നെല്ലാം അള്ളാഹു താല തീർത്തും പരിശുദ്ധനാണ് എന്നും വിശ്വസിക്കുക. അതാണ് മിനിമം അറിഞ്ഞിരിക്കേണ്ട പൊതുവായിട്ടുള്ള വിശ്വാസം. ഇനി തഫ്സീലിയായിട്ടുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർണ്ണതയുടെ 20 ഗുണങ്ങൾ, 20 സിഫത്തുകൾ അനിവാര്യമായിട്ടും നിർബന്ധമായിട്ടും അള്ളാഹു താലാക്കുണ്ട്. ആ 20 ഗുണങ്ങളുടെ നേർ വിപരീതമായ മാറ്റങ്ങളായ 20 ഗുണങ്ങൾ അതൊരിക്കലും അള്ളാഹുവിൽ നിന്നുണ്ടാവുകയില്ല. അതേപോലെ തന്നെ അള്ളാഹ്ക്ക് ജായിസായിട്ടുള്ള ഒരു സിഫത്തുമുണ്ട്. അപ്പം ഈ 20 അള്ളാഹുവിനുണ്ടാകൽ നിർബന്ധമായ അനിവാര്യമായിട്ടും അള്ളാഹുവിനുള്ള 20 സിഫത്തുകളെ നമ്മൾ വാജിബായ സിഫത്തുകൾ എന്ന് പറയും. അള്ളാഹുവിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യമല്ലാത്ത 20 എതിരായ സിഫത്തുകളെ നമ്മൾ, വാജിബായ സിഫത്തിൻ്റെ എതിരായ സിഫത്തുകളെ നമ്മൾ മുസ്തഹീലായ സിഫത്ത് എന്ന് പറയും. പിന്നെ ഒരു സിഫത്തുള്ളത് ജായിസായ സിഫത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ആ ഗുണമുണ്ടാകാം, നിർബന്ധമില്ല, ഇല്ലാതിരിക്കാം, കുഴപ്പമില്ല. ഇങ്ങനെ അള്ളാഹുവിൻ്റെ 20 വാജിബായ സിഫത്തുകളെയും അതിൻ്റെ നേർ വിപരീതമായ 20 മുസ്തഹീലായ സിഫത്തുകളെയും അതോടൊപ്പം ജായിസായ സിഫത്തുകളെയും ശരിക്ക് പഠിച്ചിട്ട് വിശ്വസിക്കണേനാണ് നമ്മളെന്ത് പറയുക? തഫ്സീലിയായ വിശ്വാസം എന്ന് പറയുക അല്ലേ? അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതുവരെയുള്ള, അതായത് 4ാം ക്ലാസ് വരെയുള്ള പാഠങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ അതെല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ? അതെല്ലാവരും മനസ്സിൽ നമ്മൾ ഇനി എടുക്കാൻ പോകുന്ന കാര്യങ്ങൾ പറയാൻ പോകുമ്പോൾ എല്ലാവർക്കും നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ ഓർമ്മ വേണം. ഇജ്മാലിയായ വിശ്വാസം, തഫ്സീലിയായ വിശ്വാസം. അതിൽ തഫ്സീലിയായ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ? 20 അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഉണ്ടാകൽ അനിവാര്യമായ നിർബന്ധമായിട്ടും അള്ളാഹുവിനുള്ള 20 സിഫത്തുകളുണ്ട്. അത് ഏതൊക്കെ നമുക്കറിയാം? അള്ളാഹുവിൻ്റെ വാജിബായ 20 സിഫത്തുകൾ ഓർമ്മണ്ട? ഒന്ന് വുജൂദ് അല്ലേ? ഒന്ന് വുജൂദ്, ഉള്ളവനായിരിക്കൽ. അത് നമ്മൾ പഠിച്ചിട്ടില്ല, 4ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ അത് തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള 20 കാര്യങ്ങൾ അള്ളാഹുവിനുണ്ട്. അത് പൂർണ്ണതയുടെ സിഫത്തുകളാണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലേ പഠിച്ചു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ പൂർണ്ണതയുടെ ഈ 20 ഗുണങ്ങൾ, ഈ 20 സിഫത്തുകൾ അള്ളാഹുവിന് മാത്രമേ ഉണ്ടാകൽ വാജിബുള്ളൂ. അള്ളാഹു അല്ലാത്ത മറ്റൊന്നിനും ഈ 20 സിഫത്തുകൾ, ഈ ഗുണങ്ങൾ ഉണ്ടാവൽ അനിവാര്യമില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് നമ്മൾ പഠിച്ചത് എന്താണ്? അള്ളാഹു താല ഉള്ളവനായിരിക്കണം അല്ലേ? ഉള്ളവനായിരിക്കൽ എന്നല്ല നമ്മൾ വുജൂദിൻ്റെ അർത്ഥം പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അള്ളാഹു താല ഉണ്ടാകൽ നിർബന്ധമായ ആളാണ് അല്ലേ? അപ്പോൾ ഉണ്ടാകൽ നിർബന്ധമായ ഒരേ ഒരാൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത മറ്റെല്ലാ സംഗതികളും, മനുഷ്യന്മാരാകട്ടെ, ജിന്നുകളാകട്ടെ, മൃഗങ്ങളാവട്ടെ, പക്ഷിപറവകളാകട്ടെ, ഇടജന്തുക്കളാവട്ടെ, ഇതൊന്നും വേണ്ട, കടൽ, ആകാശം, ഭൂമി,
എന്ന് തുടങ്ങി സർവ്വചരാചരങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച വെറും പടപ്പുകൾ മാത്രമാകുന്നു. ഇവയൊന്നും ഉണ്ടാകൽ അനിവാര്യമായ സംഗതികളല്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ചിട്ടുള്ള കാര്യങ്ങളാണ് അള്ളാഹു അല്ലാത്ത എല്ലാം. ആകാശം, ഭൂമി, അതിലടങ്ങിയിരിക്കുന്ന സർവ്വചരാചരങ്ങൾ ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതാണ്. നമ്മളിന്ന് കാണുന്ന ആലം ദുനിയാവില്ല, ഈ ലോകം ഇവിടെ ഇല്ലായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ആകാശം ഇല്ലായിരുന്നു. അതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നീട് സൃഷ്ടിച്ചതാ. നമ്മളെയും അള്ളാഹു സൃഷ്ടിച്ചതല്ലേ. നിങ്ങൾ 5ാം ക്ലാസ്സിലല്ലേ പഠിക്കണത്? നിങ്ങൾക്ക് എത്ര വയസ്സായി? 10 വയസ്സ്, 11 വയസ്സ്, ചിലപ്പം 12 വയസ്സ് അല്ലേ? അപ്പം 12 കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങളൊന്നും ഇല്ലല്ലോ. ഇനിയും ഒരു 10-40 വർഷം എടുത്തു നോക്കിയാൽ ചിലപ്പോൾ നമ്മളെ ഉമ്മമാരും ഉണ്ടായിട്ടുണ്ടാവില്ല. ഒരു 10-50 വർഷം എടുത്തു നോക്കിയാൽ നമ്മളെ ഉപ്പമാരും ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലേ? അപ്പോൾ അതിനൊക്കെ ശേഷമാണ് നമ്മളൊക്കെ ഉണ്ടായിട്ട് ഇവിടെ 10, 12, 13 കൊല്ലം ആയിട്ടുള്ളൂ. എന്നതുപോലെ തന്നെ നമ്മുടെ നമ്മൾ കാണുന്ന ആകാശം, ഭൂമി, കടൽ, വലിയ വലിയ പർവ്വതങ്ങൾ, ഇന്ന് നമ്മളിവിടെ കാണുന്ന സംഗതികളൊക്കെയും ഇവിടെ ഇല്ലായിരുന്നു. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ചതാണ്. അപ്പോൾ അള്ളാഹു അല്ലാത്ത എല്ലാം അള്ളാഹുവിൻ്റെ പടപ്പുകളാണ്. അവയൊന്നും ഇവിടെ ഒരിക്കലും മുമ്പുണ്ടായിരുന്നില്ല. പിന്നീട് അള്ളാഹു തആല സൃഷ്ടിച്ചതാണ്. അങ്ങനെ സൃഷ്ടിച്ചപ്പോൾ മാത്രമാണ് അവയെല്ലാം ഇവിടെ ഉണ്ടായത്. മനസ്സിലായല്ലോ? അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയല്ല, അത് നമ്മൾക്കറിയാം. പിന്നെ അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നതിന് മുൻപ് ഈ ആകാശം, ഭൂമി, അതിൽ ജീവിക്കണം നമ്മളടക്കമുള്ള സർവ്വചരാചരങ്ങൾ, ഇവക്കൊന്നും വുജൂദ് ഇല്ലായിരുന്നു. വുജൂദ് പറഞ്ഞാൽ നമുക്കറിയാം ഉണ്ടാവൽ, ഉണ്ടായിരിക്കുക എന്നുള്ള ആ അവസ്ഥ. അപ്പോൾ ഇവക്ക് അള്ളാഹുവിൻ്റെ പടപ്പുകളായതുകൊണ്ട് തന്നെ ഇവക്കൊന്നും പണ്ട് ഇവിടെ വുജൂദില്ലായിരുന്നു. ഇതിങ്ങനെ മാത്രമല്ല, ജീവന്, അറിവ്, കേൾവി, കാഴ്ച തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും അവസ്ഥ എങ്ങനെയാണ്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മൾക്ക് വല്ല ഉണ്ടായിരുന്നോ? നമ്മൾ കൈക്കുഞ്ഞായിട്ട്, ചോരക്കുഞ്ഞായിട്ട്, ചെറിയ കുട്ടിയായിട്ടല്ല ജനിക്കുമ്പോൾ ആ സമയത്ത് നമ്മൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ? ഒന്നും അറിയില്ല. പിന്നെയല്ലേ നമ്മൾ ഈ ലോകത്തേക്ക് നമ്മൾ ജനിച്ച് വീണ് നമ്മൾ വളർന്നു ഇവിടെ പല സംഗതികളും കണ്ടും കേട്ടും അങ്ങനെ പല നിലക്ക് നമ്മൾ പഠിച്ചു, ചിന്തിച്ചിട്ട് പഠിച്ചു. അപ്പോൾ നമ്മൾ പിന്നീടാണ് നമുക്ക് അറിവുണ്ടായത്. അപ്പോൾ അറിവ് നമ്മൾക്ക് ആദ്യമില്ലായിരുന്നല്ലോ. പക്ഷെ അള്ളാഹുവിൻ്റെ അറിവ്, അള്ളാഹ്ക്ക് അറിവുണ്ട്. നമ്മൾ 20 വാജിബാ സിഫത്തിൽ പഠിച്ചിട്ടുണ്ട്. അള്ളാഹിൻ്റെ അറിവ് പറഞ്ഞാൽ അള്ളാഹുവിനോടൊപ്പം സദാ ഉള്ളതാണ്, ഒരിക്കലും അതില്ലാതാവുകയില്ല. അള്ളാഹുവിന് അറിവില്ലാത്തൊരവസ്ഥയും ഉണ്ടാവുകയില്ല, ഉണ്ടായിട്ടുമില്ല, ഉണ്ടാവുകയുമില്ല. നമ്മുടെ അറിവ് അങ്ങനെയല്ലല്ലോ. നമ്മൾ ജനിച്ചിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ടാണത്. അതേപോലെ തന്നെ കാഴ്ച, എത്ര ആൾക്കാർക്കാണ് കാഴ്ച ഇല്ലാതെ അല്ലേ? കണ്ണ് കാണാത്ത എത്രയോ ആൾക്കാർ ലോകത്തില്ലേ? കേൾവി ഇല്ലാതെ എത്രയോ ആൾക്കാർ ലോകത്തില്ലേ? അപ്പോൾ അതൊരിക്കലും നമുക്ക് നിർബന്ധമുള്ള സംഗതിയല്ല ഉണ്ടാവൽ, നമുക്കത് ആവശ്യമാണെങ്കിൽ പോലും. അള്ളാഹുവിൻ്റെ കാഴ്ചയും കേൾവി അങ്ങനെയല്ല. അള്ളാഹുവിൻ്റെ കാഴ്ചയും കേൾവിയും അള്ളാഹുവിനോടൊപ്പം സദാസമയമുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ 20 നിർബന്ധമായ ഗുണങ്ങളും അത് പൂർണ്ണതയുടെ ഗുണങ്ങളാണ്. അതൊരിക്കലും ഇല്ലാതിരിക്കുകയില്ല, സദാസമയം അള്ളാഹുവിനോടൊപ്പം ഉള്ളതാണ്. നമ്മുടെ കാര്യങ്ങൾ അങ്ങനെയല്ല. ഇനി നമ്മുടെ കാഴ്ചയും കേൾവിയും അറിവൊക്കെ പോട്ടെ, നമ്മൾ തന്നെ കുറച്ച് ഞാൻ ഭൂമിയിൽ നിന്ന് ഇല്ലാതാവൂലേ, മരിച്ചുപോലെ. അപ്പം നമ്മൾ ഈ ഭൂമിയിൽ ഇല്ലാതാവും. അപ്പോൾ ഇല്ലായ്മ എന്നുള്ള അവസ്ഥ നമുക്ക് വരാനിരിക്കുന്നുണ്ട്. മുൻപൂടെ എത്രയോ ആൾക്കാരില്ലായിരുന്നോ? എത്രയോ മനുഷ്യന്മാരില്ലായിരുന്നോ? എത്രയോ മറ്റ് ജന്തുക്കളില്ലായിരുന്നോ? ഇപ്പം അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവയൊക്കെ നശിച്ചു പോയി. നമ്മളും എന്താകും? ഇങ്ങനെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതെയായി പോകും. അപ്പം ഇതാണ് സൃഷ്ടികളുടെ അവസ്ഥ. അള്ളാഹുവിൻ്റെ അവസ്ഥ ഇങ്ങനെയല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ്? പൂർണ്ണതയുടെ എല്ലാ സിഫത്തും ഉള്ളവനായിരിക്കുക എന്നുള്ള ആ അവസ്ഥ അള്ളാഹ്ക്ക് സദാസമയം ഉണ്ടാകും. അള്ളാഹു തആല ഇല്ലാതിരിക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടാവുകയില്ല. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുകയെന്നല്ല. അള്ളാഹുവിന് കാഴ്ച ഇല്ലാതിരിക്കുക എന്നുള്ള പരിപാടി ഉണ്ടാവുകയില്ല. കേൾവി ഇല്ലാതിരിക്കുക പറഞ്ഞാൽ അങ്ങനെ സംഗതി ഉണ്ടാവുകയില്ല. അള്ളാഹു തആല ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഗതി ഉണ്ടാവുകയില്ല. പക്ഷേ നമ്മൾ പടപ്പുകളുടെ കാര്യം അങ്ങനെയല്ലല്ലോ. പടപ്പുകളുടെ കാര്യം എന്ന് പറഞ്ഞാൽ പടപ്പുകൾ അവർ പടപ്പുകളാണ്, അതായത് അള്ളാഹു തആല പിന്നീട് സൃഷ്ടിച്ചവളാണ്. അതോടൊപ്പം തന്നെ പടപ്പുകൾക്കുള്ള ഗുണങ്ങളാണെങ്കിലും ഒരിക്കലും സ്ഥിരമായിട്ടുണ്ടാവുകയില്ല. ചിലത് ആദ്യമില്ലാതെ പിന്നെ ഉണ്ടായതാകാം, ചിലത് പിന്നീട് നഷ്ടപ്പെടാം, ആ സൃഷ്ടിയെ തന്നെ പിന്നീട് നശിച്ചു പോകാം. ഇങ്ങനെയാണ് നമ്മുടെ അവസ്ഥ. മനസ്സിലായല്ലോ? അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ പൂർണ്ണതയുടെ 20 ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യത്യാസം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട സംഗതി അതാണ്. മനസ്സിലായല്ലോ? അപ്പം ഉണ്ടാകൽ നിർബന്ധമായ
ഒരു ശക്തിയുണ്ടെങ്കിൽ അത് അല്ലാഹു തആല മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള അല്ലാഹു അല്ലാത്ത മറ്റെല്ലാം അല്ലാഹുവിൻ്റെ പടപ്പുകളാകുന്നു. അവ കുറച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാവുകയും ചെയ്യാം. അറിവ് പോലുള്ള പല കാര്യങ്ങളും മനുഷ്യന്മാർക്ക് പടപ്പുകൾക്ക് പിന്നീടാണ് ഉണ്ടാകുന്നത്. എന്നാൽ അള്ളാഹുവിൻ്റെ ഒരു ഗുണങ്ങളും പൂർണ്ണതയുടെ ഒരു ഗുണവും ഇങ്ങനെയല്ല. അള്ളാഹുവിനോടൊപ്പം സദാസമയം നിലകൊള്ളുന്നതാണ്. അള്ളാഹു ഇല്ലാതിരിക്കുക എന്നുള്ള ഒരു സംഭവം, ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവുകയില്ല. ഇങ്ങനെ നമ്മൾ അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കി വെക്കണം. നമ്മൾ അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള വിശ്വാസത്തിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയാൻ കാരണം. അപ്പോൾ നിങ്ങളിനി ഒന്ന് നമ്മളെ കിതാബ് തുറന്നിട്ട് നമുക്കൊന്നൊന്ന് വായിച്ചു നോക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊന്ന് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങൾ കിതാബ് എല്ലാവരും തുറക്കി. ഞാൻ കിതാബ് ഒന്ന് വായിക്കട്ടെ. എന്താ നമ്മളെ പാഠത്തിൻ്റെ പേര്? പാഠം 3 അത്തൗഹീദ്. അതാണ് തൗഹീദ്. എന്താ തൗഹീദ് എന്ന് പറഞ്ഞാൽ? തൗഹീദ് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസം എന്ന് നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. അള്ളാഹുവിനെ അല്ലാഹു തആല ഏകനാണെന്ന് വിശ്വസിക്കൽ. അല്ലാഹു തആല ഏകനാണെന്ന് വിശ്വസിക്കൽ. അപ്പോൾ അള്ളാഹുവിനെ പോലെ മറ്റൊന്നുമില്ല, അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ ഈ പാഠത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആമുഖമാണ് നമ്മൾ ഇത്രയും സമയം സംസാരിച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾ കിതാബിൽ നോക്കി ഞാൻ വായിച്ചു തരട്ടാ. 20 സിഫത്തുകൾ അള്ളാഹുവിന് വാജിബായും അതിൻ്റെ മാറ്റമായ 20 സിഫത്തുകൾ അസംഭവ്യമായും. അസംഭവ്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും സംഭവിക്കുകയില്ല, അതിനാണ് അസംഭവ്യം എന്ന് പറയുക. അതിൻ്റെ അറബിയാണ് മുസ്തഹീൽ. വാജിബ്, മുസ്തഹീൽ. ഒരു സിഫത്ത് ജായിസായും ഉണ്ടെന്നും അവ ഏതെന്നും മുൻ ക്ലാസ്സുകളിൽ പഠിച്ചുവല്ലോ. അത് നമ്മൾ മുൻ ക്ലാസ്സുകൾ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലൊക്കെ പഠിച്ചതല്ലേ നമ്മൾ അഖീദയിൽ, ദീനിയാത്തിൽ അല്ലേ? ദീനിയാത്തായിരുന്നു നമ്മുടെ കിതാബിൻ്റെ പേര് അല്ലേ? പിന്നെ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ തഫ്സീലിയായ രൂപമാണതെന്നും പഠിച്ചു. ആ 20 സിഫത്തുകൾ നിർബന്ധമാണ്, 20 സിഫത്തുകൾ മുസ്തഹീലാണ്, ഒരു സിഫത്ത് ജായിസാണ് എന്നുള്ള നമ്മൾ വിശദീകരിച്ച് പഠിച്ചില്ലേ കഴിഞ്ഞ 3 ക്ലാസ്സുകളിൽ, 2, 3, 4 തുടങ്ങിയ ക്ലാസ്സുകളിൽ. അതാണ് അള്ളാഹുവിലുള്ള തഫ്സീലിയായ വിശ്വാസം. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, 4ാം ക്ലാസ്സിലേക്ക് പഠിച്ചിട്ടുണ്ട്. വുജൂദ്, ജീവ്, അറിവ്, കേൾവി, കാഴ്ച തുടങ്ങിയുള്ള 20 സിഫത്തുകളും. 20 സിഫത്തിൽ ഏതാനും ചില സിഫത്തുകളോട് എണ്ണി പറഞ്ഞിട്ടുണ്ട്. വുജൂദ്, വുജൂദ് പറഞ്ഞാൽ ഉള്ളവനായിരിക്കൽ, ഉണ്മ, അള്ളാഹുവിൻ്റെ ഉണ്മ, ഉള്ളവനായിരിക്കുക. ജീവ്, അള്ളാഹുവിൻ്റെ ജീവ്. അറിവ്, കേൾവി, കാഴ്ച തുടങ്ങിയുള്ള 20 സിഫത്തുകളും അള്ളാഹുവിന് മാത്രമേ വുജൂബ് ഉള്ളൂവെന്നും, വുജൂബിൻ്റെ മലയാളം അനിവാര്യത, നിർബന്ധമായിട്ടും ഉണ്ടാകേണ്ടതുള്ളൂ എന്നും, മറ്റാർക്കും ഈ പൂർണ്ണതയുടെ ഗുണങ്ങൾ അനിവാര്യമല്ലെന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ. മനസ്സിലായല്ലോ? ഉണ്ടാവൽ അനിവാര്യമായവൻ, അഥവാ അതിൻ്റെ അറബിയാണ് വാജിബുൽ വുജൂദ്. എന്താണ് വാജിബുൽ വുജൂദ്? ഉണ്ടാവൽ അനിവാര്യമായവൻ അഥവാ വാജിബുൽ വുജൂദ്, അവൻ മാത്രമേ ഉള്ളൂവെന്നതിനർത്ഥം. അള്ളാഹു മാത്രമേ വാജിബുൽ വുജൂദായിട്ടുള്ളൂ, ഉണ്ടാകൽ നിർബന്ധമായിട്ടുള്ളൂ എന്നതിനർത്ഥം മറ്റെല്ലാം അവൻ്റെ സൃഷ്ടികളാണെന്നാണ്. ബാക്കിയൊക്കെ അല്ലാഹു തആല പടച്ചതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആകാശം, ഭൂമി തുടങ്ങി പ്രപഞ്ചത്തിലെ എല്ലാ ചരാചരങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ചതാണ്. അപ്പോൾ മാത്രമാണ് അവയെല്ലാം ഉണ്ടായത്. സൃഷ്ടിക്കുന്നതിന് മുൻപ് അവയൊന്നുമില്ലല്ലോ. അവൻ സൃഷ്ടിക്കും മുൻപ് ഇവയൊന്നിനും വുജൂദ് അഥവാ ഉണ്മ ഇല്ല തന്നെ. ജീവൻ, അറിവ്, കേൾവി, കാഴ്ച, സംസാരം തുടങ്ങിയുള്ള എല്ലാ ഗുണങ്ങളുടെയും സ്ഥിതി ഇതുതന്നെ. നമ്മൾക്കുള്ള ജീവന് കുറച്ച് കഴിഞ്ഞാൽ ഇല്ലാതെയാവും അല്ലേ? അള്ളാഹിൻ്റെ ജീവൻ അങ്ങനെയല്ലല്ലോ. പിന്നെ അറിവ്, അറിവ് ജനിക്കുമ്പോൾ നമുക്കില്ല, നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. കേൾവി ഇല്ലാത്ത എത്രയോ പടപ്പുകളുണ്ട്, കാഴ്ചയില്ലാത്ത എത്രയോ പടപ്പുകളുണ്ട്, സംസാരിക്കാൻ കഴിയാത്ത എത്രയോ പടപ്പുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ മറ്റ് സൃഷ്ടിപ്പുകളെ പോലെ തന്നെയാകുന്നു. അള്ളാഹു നൽകുമ്പോൾ മാത്രമാണ് സൃഷ്ടികൾക്ക് ഈ ഗുണമെല്ലാം ഉണ്ടാകുക. അള്ളാഹു തആല കണ്ണിന് കാഴ്ച തന്നാൽ കാഴ്ച ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അള്ളാഹു തആല കേൾവി തന്നാൽ കേൾക്കാൻ കഴിയും, ഇല്ലെങ്കിൽ കേൾക്കാൻ കഴിയില്ല. അള്ളാഹു തആല സംസാരിക്കാൻ സൗകര്യം ചെയ്ത് തന്നാൽ സംസാരിക്കാൻ കഴിയും, ഇല്ലെങ്കിൽ കഴിയൂല. ഇങ്ങനെയല്ലേ ഉള്ളത്. അള്ളാഹു നൽകുമ്പോൾ മാത്രമാണ് സൃഷ്ടികൾക്ക് ഈ ഗുണമെല്ലാം ഉണ്ടാകുന്നത്. ഇതിൻ്റെ മാറ്റമായ ഗുണങ്ങൾ സൃഷ്ടികൾക്ക് അസംഭവ്യവുമല്ല. ഇതിൻ്റെ മാറ്റം എന്ന് പറഞ്ഞാൽ കേൾവി, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കേൾവി ഇല്ലാതിരിക്കുക എന്നുള്ളതല്ലേ. അത് അസംഭവ്യമല്ലല്ലോ, സംഭവിക്കാവുന്ന കാര്യമല്ലേ. എത്രയോ ആൾക്കാർക്ക് കേൾവി ഇല്ലാത്തയില്ലേ. പിന്നെ
അറിവില്ലാതെയാണല്ലോ നാം ജനിക്കുന്നത്. ആണല്ലോ, നമ്മൾ അറിവില്ലാതെയല്ലേ ജനിച്ചത്. കാഴ്ചയും കേൾവിയുമില്ലാത്ത സൃഷ്ടികൾ എത്രയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. സ്രഷ്ടാവായ അള്ളാഹുവിൻ്റെ കാര്യം അങ്ങനെയല്ല. പൂർണ്ണതയുടെ സിഫത്തുകളെല്ലാം അവന് അനിവാര്യമാണ്. ഇങ്ങനെ ഉണ്ടാവേണ്ട കാര്യങ്ങൾ ഇല്ലാതിരിക്കുക എന്നുള്ള ഒരവസ്ഥ അള്ളാഹുവിനുണ്ടാവുകയില്ല. മനസ്സിലായല്ലോ. ഇല്ലായ്മ അവനെ സംബന്ധിച്ച് അസംഭവ്യവുമാണ്. ഇല്ലാതിരിക്കുക എന്നുള്ളൊരു സംഗതി അള്ളാഹിനെ കുറിച്ചിട്ട് അത് ഒരിക്കലും സംഭവിക്കാൻ കഴിയാത്ത കാര്യമാകുന്നു. മനസ്സിലായല്ലോ. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങളിത് കൃത്യമായിട്ട് വായിച്ചിട്ട് ഇതിൽ പഠിക്കാനുള്ള നോട്ട്സുകളൊക്കെ കറക്റ്റായിട്ട് എഴുതണം. എന്നിട്ട് നല്ലവണ്ണം പഠിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.